ഒക്കെ പക്കാ നീറ്റ്. കണ്ണ് ചിമ്മാതി എടുക്കാം, കണ്ണ് ചിമ്മി എടുക്കാം. അതൊക്കെ പോലെ ഇഷ്ടം. വണ്ടി കൊണ്ടുപോയാൽ ഒന്നും പറയാനില്ല. വണ്ടി ഇവിടെ വന്ന് നോക്കിയാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത വണ്ടിമൊക്കെ നമ്മൾ കൊണ്ടുപോയി അവിടെ സെറ്റ് ആക്കി. വന്ന് പറഞ്ഞ വിലയിലൊന്നും ഒരു പ്രശ്നമാക്കണ്ട. വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാല് ഏത് റേഞ്ചിലാണെങ്കിലും നമ്മൾ പൊട്ടിച്ചു കൊടുക്കും. വണ്ടി കൊണ്ടുപോകാന്നുള്ള മൈൻഡോടെ വരുന്ന ഒരാളെ നമ്മൾ കൈയോടെ മടക്കൂല. അതാണ് ഷോപ്പിന്റെ ഒരു ഹൈലൈറ്റ്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ RB മോട്ടോഴ്സിലാണ്. നിങ്ങളൊരു യൂസ്ഡ് കാർ നോക്കുന്ന ആളാണെങ്കിൽ 100+ എബോ വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. ഏകദേശം എല്ലാ വണ്ടികളും പുതിയ സ്റ്റോക്ക് കയറിയതാണ് അല്ലെ? ഷമീർ ഭായ് എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഒരു 2-3 ആഴ്ചയായിട്ട് നാട്ടിലില്ല, ഫുള്ള് പർച്ചേസ് തന്നെ അല്ലേ? അപ്പൊ അത്രത്തോളം സ്റ്റോക്കുകൾ മാർക്കറ്റുണ്ട്. ഇന്നോവകളൊക്കെ കളക്ഷന് 10-20 പരം ഇന്നോവകൾ. നിങ്ങളെ ഷോറൂമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, ഞാൻ കണ്ടെടുത്തോളം, ഞാൻ മലപ്പുറം ജില്ലയിൽ ഏകദേശം എല്ലാ ഷോറൂമിൽ ഞാൻ പോകലുണ്ട്. പക്ഷെ ഈ ഷോറൂമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വണ്ടി നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇവിടെ വന്നെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ എല്ലാ ടൈപ്പ് വാഹനങ്ങളുണ്ട്. ചെറുവണ്ടികളുണ്ട്, SUV ഉണ്ട്, സെഡാൻ ഉണ്ട്, 7 സീറ്റർ ഉണ്ട്. ക്രിസ്റ്റന്റെ ചാകര അല്ല, 10 ലക്ഷം രൂപ മുതൽ ക്രിസ്റ്റകൾ ചാകര 1.5 ലക്ഷത്തിന് കൊടുക്കാം. കൊടുക്കാം. ഓക്കെ, പറഞ്ഞോളി. ഈ ഇനോവകളും ക്രിസ്റ്റകളും നമ്മുടെ കയ്യിൽ ഒരുപാടധികം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ എല്ലാ വാഹനത്തിന്റെയും നമ്മളെ എല്ലാ ഭാഗവും നമ്മൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കും. ഒരാത്തിന് പുറമെ നിങ്ങൾക്ക് വാഹനത്തിന്റെ എല്ലാത്തിന്റെയും നമ്പറും നമ്മൾ കാണിച്ചു കൊടുക്കും. അതൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുവിധം വാഹനം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വാഹനങ്ങളുടെ ഒക്കെ ഹിസ്റ്ററി ഞാൻ എടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. ഒരുവിധം വാഹനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വാഹനങ്ങളാണ്. ചില വാഹനങ്ങൾ പാർക്ക് ആൻഡ് സെയിൽ വരുന്ന വാഹനങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് 99% ഹിസ്റ്ററിയുള്ള വാഹനങ്ങൾ മാത്രമേ നമ്മൾ പർച്ചേസിംഗ് ഉള്ളൂ. ഇതിപ്പോ ഈ ഒരു വാഹനം കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ ആണ്. ഓരോ വാഹനങ്ങൾ കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ മാത്രമേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അതിനാണെങ്കിൽ നമുക്ക് ഷോറൂമിൽ പോയി ചെക്ക് ചെയ്യാനുള്ള എല്ലാ അവസരം കൊടുക്കുന്നു. ഷോറൂം ടയോട്ടന്റെ ഷോറൂം ഒരു 20 കിലോമീറ്റർ അപ്പുറത്തുണ്ട്, മാരുതിന്റെ 5 കിലോമീറ്റർ അപ്പുറത്തുണ്ട്, ഉണ്ടായിട്ട് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. എല്ലാ വാഹനത്തിന്റെയും ഷോറൂം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വണ്ടി ചെക്ക് ചെയ്ത് എടുക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം ജില്ലയിൽ വണ്ടൂര്, ഊട്ടി മൈസൂർ റോഡ്, പുളിയക്കോട്. വണ്ടൂരിന്ന് പെരിന്തൽമണ്ണ റോഡിൽ 2 കിലോമീറ്റർ പുളിയക്കോടാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ. ലോങ് എന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ, തിരുവനന്തപുരം എന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നേരെ രാജറാണി എക്സ്പ്രസ് കയറി കഴിഞ്ഞാൽ വാണിയമ്പലം ഇറങ്ങാം. വാണിയമ്പലിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ യാത്ര. തെക്കുന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഷൊർണൂറിന് അവിടുന്ന് ട്രെയിനിൽ നേരെ നിലമ്പൂർ ട്രെയിൻ കയറി തൊട്ട് മുന്നത്തെ സ്റ്റോപ്പാണ് വാണിയമ്പലം. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ട് ഒരു 10 രൂപ പോയിന്റ് ഇവിടെയും അവിടുന്ന് ഒരു ഓട്ടോ അങ്ങനെ വന്നാൽ മതി. ഇപ്പൊ വടക്കുന്ന് വരുന്നുണ്ടെങ്കിൽ, കാസർഗോഡ് കണ്ണൂരിനൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കും ഒന്നെങ്കിൽ ഷൊർണൂർ വഴി വരാം, അല്ലെങ്കിൽ കോഴിക്കോട് ഇറങ്ങിയിട്ട് ബസ്സിന് വരാം. അങ്ങനെ വരാം അല്ല? ഓക്കെ. അപ്പൊ ഈ പെരുന്നാളിന്റെ ഓഫർ എന്തെങ്കിലും ഉണ്ടോ? പെരുന്നാൾ പ്രമാണിച്ച് ഈ പെരുന്നാളിന്റെ ഉള്ളിൽ നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ എല്ലാ വണ്ടിയിലും സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വണ്ടി കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഓരോ വണ്ടിയിലും നമ്മൾ റേറ്റ് ഇട്ടിട്ടുണ്ട്. വില പൊട്ടിച്ചു കൊടുക്കാം. ഏത് വണ്ടിയിലും നമ്മൾ റേറ്റ് ഇട്ടിട്ടുണ്ടാവും. ആ റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു ഓഫറിൽ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ പറ്റും. വലിയ പെരുന്നാളിന് വലിയ ഓഫർ, വലിയ പെരുന്നാൾ വലിയ ഓഫർ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും. ഓക്കെ. ആദ്യമായിട്ട് നമുക്കൊരു ഹോണ്ട സിറ്റി പരിചയപ്പെടാം. ഒരു ഡീസൽ വണ്ടിയാണ്. ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസ മതി കേട്ടോ. അത് വെറും 4,45,000 റുപ്യക്ക് നമുക്ക് കൊടുക്കല്ലേ? ഇത് മോഡൽ എങ്ങനെയായിരുന്നു? 2016 മോഡലില് സെക്കൻഡ് ഓണർഷിപ്പിൽ 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് വി ഓപ്ഷൻ വണ്ടി. അലവീല് കാര്യങ്ങള് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. വണ്ടിയിൽ മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസോ കാര്യങ്ങളൊന്നുമില്ല. കീഴിന് റെഡ് ചെറി കളറിലൊരു വാഹനം. അതെ, നല്ല അടിപൊളി കളർ അല്ലേ? അതെ. വണ്ടി വേറെ ഇടിമുത്തൊന്നുമില്ല. AC കാര്യങ്ങളൊക്കെ ഫുൾ വർക്കിംഗ് ആണ്. അതിപ്പോ അവര് വന്നതിന് ശേഷം വർക്കൊക്കെ എടുത്ത് ഫുള്ള് നീറ്റ് ആയിട്ട് വണ്ടി കൊണ്ട് കയറ്റിയതാണ്. ഓക്കെ, നല്ല ക്വാളിറ്റി വണ്ടിയല്ല. 45 രൂപ നോക്കണ്ട, എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം. 4.45 ചോദിക്കണം. 4.45. ഓക്കെ. മാക്സിമം ലോൺ ഒക്കെ എത്ര കിട്ടും? മാക്സിമം ലോൺ ആയിട്ട് കൊടുക്കാം. ഫുള്ള് കിട്ടും. അത് പാർട്ടിയുടെ പ്രൂഫിനനുസരിച്ച് മാക്സിമം നമുക്ക് മാക്സിമം 90% ലോൺ കയറും അല്ലേ? അപ്പോ അടുത്ത വണ്ടി കാണിച്ചു കൊടുക്കാം. ഏതായിരുന്നു? സിയാസ്, ഒരു കരിമ്പുലി അല്ലെ? കറുത്തൊരു കരിമ്പുലി. 2014 മോഡല്. ഡീസൽ പെട്രോൾ? പെട്രോൾ വേരിയന്റ്. പെട്രോൾ വണ്ടി. ബ്ലാക്ക് കളർ, അട്രാക്റ്റീവ് ആയിട്ടുള്ള അലവില് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നേക്ക് വണ്ടി എന്ന് പറയാം. ഓക്കെ. വണ്ടി നമുക്ക് 4.5 ലക്ഷം റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. 490 ചോദ്യം 4 റുപ്യക്ക് 4 രൂപ കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാലോ? 90% ലോണും ചെയ്യാം.
ചെയ്യല. വേറെ വണ്ടി വേറെ റീപ്ലേസ് വേറെ ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളുള്ള പക്കാ ഷോറൂം. നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ് വരുന്നത്. ഫാൻസി നമ്പർ. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. അതെ. വീണ്ടും ഒരു സിയാസ്, ഒരു കിദ്മത്തിന്റെ വണ്ടി. ZDI പ്ലസ് ആണ്, ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? 2014 മോഡല്. വണ്ടി 50 റുപ്യ നമുക്ക് ഡൗൺ പേയ്മെന്റ് 50 റുപ്യ വണ്ടി കൊണ്ടുപോകാം. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഡീസൽ ഓപ്ഷൻ, ഒരു പെട്ടി പീസ് അല്ലേ? അതെ, പുഷ് ബട്ടൺ, കീലെസ് എൻട്രി, നാവിഗേഷൻ, DRL, ഡിഫോഗർ, എല്ലാ സാധനം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് ഈ വണ്ടി. ഓഫറിൽ 50 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാം. അത് ബാക്കി ഫുള്ള് ലോൺ ചെയ്യും. അതും നല്ല മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു വണ്ടി. അത്യാവശ്യം 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ആ വണ്ടി നമുക്ക് 30 റുപ്യ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ ആ വണ്ടി ഇറക്കി കൊടുക്കാം. നേരത്തെ കാണിച്ചല്ലേ? ഇത് എത്ര വില ചോദിക്കുന്നത്? ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 490 4 റുപ്യ നെറ്റിന് കൊടുക്കാം. 4 റുപ്യ ഓഫറിൽ നമുക്ക് കൊടുക്കും. ഓഫറിൽ 450 കൊടുക്കും. ഓക്കെ, ആവശ്യക്കാർ വന്നോട്ടെ. വീണ്ടും ഒരു ഹോണ്ട സിറ്റി സൺറൂഫ് അടുക്കം വരുന്ന ഒരു വണ്ടി അല്ല? ഇത് ഫുൾ ലോഡ് വണ്ടി. ZX വണ്ടി. ഈ വണ്ടി കേരള വണ്ടിയാണ്. 2017 മോഡലാണ്. ഡീസൽ അലോയ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, മിറർ ഫോൾഡർ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ്. ഇതിമൊന്നും പറയാനില്ല. ഈ വണ്ടി നമ്മൾ 8.25 ചോദ്യം 8.25 ഫൈനൽ ഓഫറിൽ കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 20, 30, 50 രൂപ ഡൗൺ പേയ്മെന്റിൽ ഏത് വണ്ടി ഇറക്കാം. ഇതൊക്കെ നമുക്ക് ഫുൾ ലോണിൽ ഇറക്കി കൊടുക്കാം. ഒരു കിണ്ണം പോലത്തെ ഹോണ്ട സിറ്റി, അതും സൺറൂഫ് അടുക്കം വരുന്ന വണ്ടിയാണ്. ഡീസലാണ്. അത്യാവശ്യം 20 മേലെ മൈലേജ് കിട്ടുന്ന വാഹനങ്ങളാണ് കേട്ടോ. 24 കിലോമീറ്റർ മൈലേജ്. 24 കിലോമീറ്റർ ഒക്കെ കിട്ടും ഓൺ റോഡ്. ഇത് എങ്ങനെയായിരുന്നു ബ്രോ മോഡൽ? ഇതും നമുക്ക് ഫുള്ള് ലോണിൽ ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. 2017 മോഡലാണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഈ വാഹനം നമ്മൾ 7,75,000 റുപ്യക്ക് 7,60 ഫൈനൽ കൊടുക്കാം. ഫൈനൽ ചെയ്യല. VX ആണ് ഓപ്ഷൻ വരുന്നത് അല്ല? 3-4 വണ്ടി ഉണ്ട് ഹോണ്ട സിറ്റി. 5 വണ്ടികളുണ്ട്. 5 വണ്ടി ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. അതും വാഹനത്തിന്റെ വില പറയണങ്ങൾ നോക്കണ്ട. വന്നുകാണ്ട് ഇഷ്ടപ്പെട്ടോ വണ്ടി മാക്സിമം കുറച്ച് കൊടുന്ന് വണ്ടി കൊണ്ടുപോകാം. ഒരാൾക്ക് നമ്മൾ വണ്ടി കൊടുക്കാതെ കൂല. അത് അവരെ കൺസെപ്റ്റിനനുസരിച്ച് നമ്മൾ സംസാരിച്ച്, അത് മുതലാളി ആയാലും ഇവിടെ പണിക്കാരാണേലും ഒക്കെ ഓരോ സപ്പോർട്ടീവ് ആയിരിക്കും. അവർക്കത് വാങ്ങിച്ച് അവരെ വീട്ട് ആഗ്രഹത്തോടെ വരുന്ന ഒരാളെ നമ്മൾ കൈമലർത്തി വിടൂല. അതെ, വണ്ടിക്കൊന്നും ഒരു മൈനസും പറയല്ല. പക്ക വണ്ടി. ഈ വണ്ടിയൊക്കെ നമുക്ക് 6 ടോപ്പ് ലോഡ് വണ്ടി. ഇതും സൺറൂഫ് അടക്കം വരുന്ന ഫുൾ ലോഡ് വണ്ടി. ഒരു സാധനം പറയാനില്ല. പുഷ് ബട്ടൺ അടക്കം. നമ്മള് നേരത്തെ കാണിച്ച VX അല്ല, ഇത് ZX ആണ്. ഇത് ഏറ്റവും ടോപ്പ്. ഈ വണ്ടി ഇതിന്റെ മുകളിൽ ഒരു ഓപ്ഷൻ വരാനല്ല. ഈ വണ്ടി നമുക്ക് 6 റുപ്യ നെറ്റിന് കൊടുക്കാം. പറയുന്ന വിലയല്ല. വണ്ടി വന്ന് വണ്ടിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാല് ആ വണ്ടി അവർക്ക് എത്ര വില പൊട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാം. വിലന്റെ കാര്യത്തിൽ ആരും ബേജാറേണ്ട. ഇവിടെ വന്നാ മതി. ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് കൂടുതൽ കിട്ടും. വേറെ തട്ടുമുട്ടി ഇടി കുത്തൊന്നും ഒരു റീപ്ലേസ് ഇല്ല. ഒരു മേജർ ആക്സിഡന്റും ഇല്ലാത്ത വാഹനങ്ങളാണ്. അത് ചെക്ക് ചെയ്ത് ഷോറൂമിലോ അല്ലെങ്കിൽ അവരാരെങ്കിലും കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത്, ഇനിയിപ്പോ ഇവിടെ പെയിന്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അത് അവര് ആവശ്യപ്പെട്ടാൽ നമ്മളെ ഏതെങ്കിലും സ്റ്റാഫ് ഫ്രീ ആണെങ്കിൽ ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ആൾക്കാരും ഉണ്ട്. എല്ലാ സെറ്റപ്പും ചെയ്ത് അവർക്ക് ബോധ്യപ്പെട്ട ഒരു വർക്ക്ഷോപ്പുകാരനെ ഷോറൂമിൽ കൊണ്ടുപോയി ഫുള്ള് ക്ലിയർ ആണെന്ന് ബോധ്യപ്പെട്ട മാത്രം ഇവിടുന്ന് വണ്ടി അപ്പൊ ആവശ്യക്കാർ വരട്ടെ. ഖീദുമത്തിന്റെ കുതിരത്തിന്റെ കളറിൽ വന്നിട്ടുള്ള ഹോണ്ടന്റെ അമേസ് എങ്ങനെയായിരുന്നു ബ്രോ? 2020 മോഡല്. പക്ക ജെനുവൻ കിലോമീറ്റർ. 65,000 കിലോമീറ്റർ. വെറും 65,000 കിലോമീറ്റർ വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓഫർ പ്രൈസിൽ നമുക്ക് 6 റുപ്യ കൊടുക്കാം. 6 റുപ്യ കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള അമേസ്. ഡീസൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അത് ഓട്ടോമാറ്റിക്. മാനുവൽ വണ്ടി അല്ല, പെട്രോൾ ആണ് വണ്ടി. 6 റുപ്യ ഓഫർ. 20 മോഡല്. ലോ കിലോമീറ്റർ. ഫുള്ള് ലോണിൽ കൊടുക്കാം. പൈസ വേണ്ട. ടയർ ബാങ്കുകൾ അലവില് ഫുൾ ഓപ്ഷൻ വണ്ടി. പുഷ്പട്ടം വരെ വരുന്ന വണ്ടി. ഫുള്ളാണ്. എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ. അതെ. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇതാ ഇവിടെ ഒരു ഹോണ്ടന്റെ WRV കാണിച്ചു കൊടുക്കാം. അതെ. ഡീസൽ ആണ്. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഏതാണ് ബ്രോ ഇത്? സെക്കൻഡ് ഓണർഷിപ്പിൽ നമുക്ക് ഈ വണ്ടി ഡീസലിലാണ് വരുന്നത്. സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടി. സൺറൂഫ് വരുന്നുണ്ട്. DRL വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. മിറർ ഫോൾഡ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ വാഹനത്തിന് നമ്മൾ വെറും
$7.75 വണ്ടി കൊടുക്കാം. 7.75 കൊടുക്കാം. കേരള വണ്ടി 7.75 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. അല്ല, ഒരു ടെൻഷനും വേണ്ട. ഒരു ടെൻഷനും വേണ്ട. അതും വീണ്ടും ഒരു WRV. ഇതും ഡീസൽ അല്ല ബ്രോ? അതെ, ഇത് ആ റേറ്റ് തന്നെ നോക്കണ്ട. പകുതി പൈസ 490 480 കൊടുക്കാം. ഇത് 480 കൊടുക്കാം. അതിലും വരുന്നുണ്ട്, പുഷ്പട്ടം വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, മിറർ ഫോൾഡ് വരുന്നുണ്ട്, അലോയ്സ്, ആൻഡ്രോയിഡ്, എല്ലാ സെറ്റും വരുന്നുണ്ട്. ഫുള്ള് ലോഡ് വണ്ടി നമുക്ക് 480 കൊടുക്കാം. 480 ഫുള്ള് ലോണിൽ കൊടുക്കാം. നമ്പർ ആക്കി കൊടുക്കാം. നമ്പർ ആക്കിട്ട് കൊടുക്കല. ഓക്കെ. ഇതിന്റെ 2 കളറിൽ വന്നിട്ടുള്ള ഒരു വിറ്റാര ബ്രസ്സയാണ്. ഡീസൽ വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് ബ്രോ ഇത്? ഡുവൽ ടൂണ് റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന വാഹനമാണ്. ഓക്കെ. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. പുഷ്പട്ടിന് കാര്യങ്ങൾ ZD പ്ലസ്. ZD പ്ലസിലാണ്. എല്ലാ സെറ്റപ്പും എല്ലാ സെറ്റപ്പും ഉണ്ട്. അല്ലെങ്കിൽ ടയർ ഭാഗങ്ങളൊക്കെ പുത്തൻ ടയറാണ്. ടയർ ഒന്നും നോക്കല്ല. മേജർ ആക്സിഡന്റോ റീപ്ലേസോ. ഏറ്റവും ലോ കിലോമീറ്റർ. എത്ര കിലോമീറ്റർ? 63,000 കിലോമീറ്റർ. വെറും 63,000 കിലോമീറ്റർ. കമ്പനി ഷോറൂം ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററി നോക്കിയിട്ട് മാത്രം വന്നാൽ മതി. പക്കാ സർവീസ് ഉള്ള വണ്ടി. ഹിസ്റ്ററി നമ്മൾ ഒരു വണ്ടിന്റെ നമ്പറും ബ്ലോക്ക് ചെയ്യുന്നില്ല. ആ വണ്ടിന്റെ ഹിസ്റ്ററി എടുത്ത് ജെനുവിൻ ആണോ എന്ന് കൺഫേം ആയിട്ട് വന്നാൽ മതി. 690 ഫൈനൽ ഇവിടെ കൊടുക്കാം. പെട്ടി പീസ് അല്ല, പെട്ടി പീസ് വണ്ടി. എവിടെയും കാര്യങ്ങൾ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഒക്കെ തന്നെ നൈസ് കാര്യങ്ങൾ ചെയ്ത് വൃത്തിയാക്കി വെച്ച വാഹനം. വീണ്ടും ഒരേപോലത്തെ വണ്ടി. 2 ബ്ലാക്ക് ആൻഡ് റെഡ് കളറിൽ വരുന്ന വണ്ടിയാണ്. വിറ്റാര ബ്രസ്സയാണ്, ഡീസൽ ആണ്. ഇതും ഫുൾ ലോഡ് വണ്ടിയല്ല ബ്രോ? അല്ല, അത് ഡീസലാണ്. 53,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ഉള്ള വണ്ടി. വെറും 53. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി കിടപ്പുള്ളത്. ഈ വണ്ടി നമുക്ക് 6,500 ഫൈനല് ചെയ്യാൻ പറ്റൂല. 6 രൂപയ്ക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 590 റേറ്റ് ആണ്. 6 രൂപ വരെ ഇതിന്മേൽ ലോണും ചെയ്യാം. ഫുള്ള് ലോണും ചെയ്യാം. 2 വണ്ടി ഒരു പൈസയും വേണ്ട. ആവശ്യക്കാർ വിളിച്ചോട്ടെ. അതെ, നമ്പർ ആക്കിയതിനു ശേഷം ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. പാർട്ടി അഡ്വാൻസ് ചെയ്താണ്ട് അവരെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്തതിനു ശേഷം മാക്സിമം അവർക്ക് വേണ്ടിയാണ്ട് എന്ത് പേപ്പർ വർക്കും നമ്മൾ ചെയ്ത് കൊടുക്കാം. NOC കാര്യങ്ങളിലൊന്നും ഒരു ബേജാറും വേണ്ട. പക്ക ആയിട്ട് നമ്മൾ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. നല്ല ഖിദ്മത്തിന്റെ ഒരു പെട്ടി പീസ് കേട്ടോ. ടാറ്റന്റെ നെക്സോൺ ആണ് നിങ്ങളെ കാണിക്കുന്നത്. മാനുവൽ വണ്ടിയല്ലേ ബ്രോ? ഡീസലിൽ മാനുവൽ. ഡീസലാണ് ഇത്. ലോ കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്. ഓക്കെ. എത്രയായിരുന്നു വണ്ടിയുടെ വില? 4 കിലോമീറ്റർ എത്രയായിരുന്നു? 75,000 കിലോമീറ്റർ. 75,000 സിംഗിൾ ഓണർഷിപ്പ്. ഒരേ ഒരു ഓണർ സിംഗിൾ ഓണർ. ഇത് ഓപ്ഷൻ ഏതായിരുന്നത്? ഫുള്ളാ? ഇത് ഫുൾ അല്ല, ഫുള്ളിൽ നേരെ മിഡിൽ താഴെ. ഓക്കെ. മിറർ ഫോൾഡർ വരും. അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. അലോയിൽ വരും. അലോയില്ല. ടയർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. DRL വരും. വണ്ടി വേറെ വരും. വേറെ ഇടിയും കുത്തൊന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മൈനർ കാര്യങ്ങളൊക്കെ ചെറിയ ടച്ചപ്പ് എന്റെ ഒക്കെ ഉണ്ടാവും. വാഹനല്ലേ. പിന്നെ വണ്ടിക്ക് നമ്മൾ ഏകാലാണ് ഉദ്ദേശിക്കുന്നത്. 6,40,000 ഓഫർ പ്രൈസ് നെറ്റിന് കൊടുക്കാം. 6,40,000 ലോണും ചെയ്യാം. ഫുള്ള് ലോൺ. ഒരു പൈസ 6,40,000 ഫൈനൽ നെറ്റ് കൊടുക്കാം. അതും ഓണറാണ്. 75,000 കിലോമീറ്റർ ആണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ കിടക്കുന്ന ഒരു വാഹനം. ചിന്തിക്കല്ല, ഒരു പാർട്ടിക്ക് കൊണ്ടുപോകാം. ഇവിടെ നമുക്കൊരു ഓട്ടോമാറ്റിക്. അതെ, ഡസ്റ്റർ ഓട്ടോമാറ്റിക്. അതും ഡീസൽ അല്ലേ? അതെ, ഡീസൽ വാഹനം. എങ്ങനെയായിരുന്നു ഇത് മോഡൽ? ഇത് മോഡൽ വരുന്നത് 17 മോഡല്. 17 വണ്ടി. ഓക്കെ. 2017 തേർഡ് ഓണർഷിപ്പിലാണ് കിടപ്പുള്ളത്. വണ്ടി മാക്സിമം 90% ലോൺ ചെയ്യാം. ഓട്ടോമാറ്റിക് വേരിയന്റ്. അതൊരു ലേഡി യൂസ് കാര്യങ്ങളാണ് ഇപ്പൊ നിലവിൽ. ഒരു ലേഡിയുടെ വണ്ടിയാണ്. അതായത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പൊ എല്ലാ വർക്കും കഴിഞ്ഞ് ഷോറൂമിൽ സർവീസ് ഒക്കെ കഴിഞ്ഞ് അവർ കൊണ്ടുവന്നതാണ്. നല്ല അടിപൊളി കളർ അല്ലേ വരുന്നത്? 5.25 ഫൈനൽ കൊടുക്കാം. 5.25 ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. 6 രൂപ വരെ ലോണും ചെയ്യാം. ഓക്കെ. പൈസ അങ്ങോട്ട് കൊടുക്കാം. അങ്ങോട്ട് ചില്ലറ എന്തെങ്കിലും കൊടുക്കാം. ഡീസലില് 24 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു ഹൈബ്രിഡ് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. മാരുതിന്റെ S-Cross. അത് ബ്ലൂ കളറിൽ, നേവി കളർ. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആൽഫ 18 മോഡലാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടപ്പുള്ളത്. ഫുള്ള് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഒരേ ഒരു ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ് നിലവിൽ ഷോപ്പിലോട്ട് മാറാൻ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി സർവീസ് ആണ്. സർവീസ് ഹിസ്റ്ററി എടുത്ത് വണ്ടി നോക്കിയിട്ട് പെർഫെക്റ്റ് ആണെന്ന് ഓക്കെ ആണെങ്കിൽ വന്നാൽ മതി. 7 രൂപ മാർക്കറ്റ് പ്രൈസ്. 90 മാർക്കറ്റ്. 7 രൂപ വരെ ലോണും കയറും. 6.5 രൂപയ്ക്ക് ഫൈനൽ വണ്ടി കൊടുക്കാം. ഓഫർ പൊട്ടിച്ചു കൊടുക്കാം. 1 ഉറുപ്പ്യ ഡൗൺ പൈസയും വേണ്ട. ഹൈബ്രിഡ് ആണ്. ഫുൾ ലോണിൽ നമുക്ക് ഈ വണ്ടി. മൈലേജിന്റെ കാര്യത്തിൽ ചിന്തിക്കാൻ, മൈലേജിൽ കിങ് 24 വരെ മൈലേജ് നമ്മളെ ഡ്രൈവിനനുസരിച്ചൊക്കെ കിട്ടും. ഈ വണ്ടി നമുക്ക് ഫുള്ള് ലോണിൽ ക്യാഷ് ബാക്ക് വേണമെങ്കിൽ ക്യാഷ് ബാക്കും കൊടുക്കാം. അതെ, അങ്ങനത്തെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ സിംഗിൾ ഓണർഷിപ്പിൽ ഫുള്ള് സർവീസ് ഹിസ്റ്ററിയിലുള്ള വണ്ടിയാണ്. അലവിയിൽ ടയർ ഭാഗങ്ങളൊക്കെ
ആൽഫ ആണ് ഓപ്ഷൻ അല്ലെ. അപ്പൊ ആവശ്യക്കാരെ വിളിച്ചോട്ടെ. ഇവിടെ നമുക്ക് ഹൂണ്ടൈന്റെ ക്രെട്ടയാണ്, ഫുൾ സെറ്റ് ആണല്ലേ. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? SX വേരിയന്റ് ആണ്. സൺറൂഫ് ഇല്ല. ബാക്കി എല്ലാ 17 മോഡല് 1,00,000 ചില്ലറി ഓട്ടം ഉണ്ട്. വണ്ടി 8 റുപ്യ നമ്മൾ ചോദിക്കുന്നുണ്ട്. 7,90 വണ്ടി ഫൈനൽ 1.6 അല്ലേ? കൊടുക്കാം. 90% ലോൺ കയറ്റി കൊടുക്കാം. അതായത് ഒരു 50 റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വാഹനം നമുക്ക് കൊണ്ടുപോവാം. വേറെ ഒന്നും ചിന്തിക്കല്ല. വണ്ടി ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും DRL അലൈവില് ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ അവര് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എന്താ മിറർ ഫോൾഡ് കാര്യങ്ങൾ വണ്ടി ഒന്നും ചിന്തിക്കാല്ല. സീറ്റ് കവർ ഇന്റീരിയർ ഒക്കെ പക്കാ നീറ്റ്. കണ്ണ് ചിമ്മാതി എടുക്കാം, കണ്ണ് ചിമ്മി എടുക്കാം. അതൊക്കെ പോലെ ഇഷ്ടം. വണ്ടി കൊണ്ടുപോയാൽ ഒന്നും പറയാനില്ല. വണ്ടി ഇവിടെ വന്ന് നോക്കിയാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത വണ്ടിമൊക്കെ നമ്മൾ കൊണ്ടുപോയി അവരെ സെറ്റ് ആക്കി വന്ന് പറഞ്ഞ വിലയിലൊന്നും ഒരു പ്രശ്നമാക്കണ്ട. വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാല് ഏത് റേഞ്ചിലാണെങ്കിലും നമ്മൾ പൊട്ടിച്ചു കൊടുക്കും. വണ്ടി കൊണ്ടുപോകാന്നുള്ള മൈൻഡോടെ വരുന്ന ഒരാളെ നമ്മൾ കൈയോടെ മടക്കൂല. അതാണ് ഷോപ്പിന്റെ ഒരു ഹൈലൈറ്റ്. വീണ്ടും ഹൂണ്ടായിന്റെ ക്രെട്ടയാണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? 2019 മോഡൽ 19 വണ്ടി. തേർഡ് ഓണർഷിപ്പിലാണ് കിടപ്പുള്ളത്. ആഫ്റ്റർ മാർക്കറ്റ് അലോയില് 1.4 അല്ലേ? അതെ. മൈലേജ് കൂടുതൽ കിട്ടും ചെയ്യും. വണ്ടി അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നല്ലൊരു കമ്പക്കാനം കൊണ്ടുവരുന്നത്. എക്സ്ട്രാ വീല് കയറ്റിയിട്ടുണ്ട്, ഫുഡ് സ്റ്റെപ്പ് കയറ്റിയിട്ടുണ്ട്, മിറർ ഫോൾഡർ, മിറർ ഇൻഡിക്കേറ്റർ, ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഉൾഭാഗങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ്. വണ്ടി കണ്ണും ചുമ്പിങ്ങൾ പറഞ്ഞ മാതിരി എടുക്കാം. ഒന്നും നോക്കണ്ട. വണ്ടിയിൽ ഒരു 90% നമുക്ക് ലോൺ ചെയ്യും. SX ആണ് ഓപ്ഷൻ. 8 റുപ്യ ചോദ്യം 7,90 ഫൈനൽ കൊടുക്കും. 7,90 വില നോക്കണ്ട. വന്ന വണ്ടി വില പറയാ കൊണ്ടുപോകുക. 2019 കറക്റ്റ് ആണ്. ഒന്നും നോക്കണ്ട. വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ ഫുള്ള് ലോണും കൊടുക്കാം. ആവശ്യക്കാരെ വിളിച്ചു. കിയ സോനറ്റ് എങ്ങനെയായിരുന്നു ഇത്? കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. 21 മോഡലാണ്. 21 അല്ല. ലോ കിലോമീറ്റർ 38,000 പെട്രോൾ വണ്ടി. ഡീസലിന് 38,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ മാനുവൽ. ഈ വണ്ടിക്ക് ചോദിക്കുന്നത് ആസ്ക് ചെയ്യുന്നത് വെറും 9,90,000 റുപ്യ. ഈ വണ്ടികൾ പുറത്തൊക്കെ അന്വേഷിച്ചോളി. 11 റുപ്യ 10 റുപ്യ മാർക്കറ്റ് ഉണ്ട്. 9,90 ഫൈനൽ കൊടുക്കും. അത് 28,000 കിലോമീറ്റർ ഡീസൽ വാഹനം. ബ്ലാക്ക് കളറിൽ സൺറൂഫ് അലോയില്. സൺറൂഫ് അടുക്കം വരുന്നുണ്ടല്ലോ. അതെ, സൺറൂഫ് ഉണ്ട്, മിറർ ഫോൾഡർ ഉണ്ട്, DRL ഡിഫോഗർ HDK+ ഏതായിരുന്നു? ഇത് ഏറ്റവും ടോപ്പ് ലോഡാണ്. അതൊന്ന് നോക്കിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. HD+. എത്ര വില പറഞ്ഞല്ലോ? മാക്സിമം ലോൺ എത്ര കിട്ടും? ലോൺ 100% ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ളി ലോൺ ചെയ്യാം. ഒരു നയ പൈസ അല്ലാതെ ബ്ലാക്കിൽ നമുക്കൊരു ഫുൾ ഓപ്ഷൻ വണ്ടി കൊണ്ടുപോവാം. വീണ്ടും ഒരു കരിമ്പുലി, അതും ഹൂണ്ടായിന്റെ ക്രെട്ടയാണ്, ഡീസലാണ്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? അത് ബ്ലാക്ക് വണ്ടിക്ക് ഒരു പ്രത്യേക വരും. അത് ന്യൂ ഷേപ്പിലുള്ള ഈ വാഹനം നമ്മള് ബ്ലാക്ക്. അതെ, ചെണ്ടായിട്ട് മാറിക്കണ ഈ വണ്ടിക്കുള്ള ഫാൻസ് 90% അടിപൊളി. അതായത് ഫുള്ള് ചെറുക്കന്മാരാണ്. വണ്ടിക്ക് ഭയങ്കര എൻക്വയറി. ഇല്ലാത്ത ടൈമിൽ ഈ വണ്ടി നല്ല എൻക്വയറി. ഇതിപ്പോ നമ്മളൊരു വീഡിയോ ചെയ്യാന്ന്, ഇതിന് സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട്. ഇത് 2020 സിംഗിൾ ഓണർഷിപ്പിൽ ഒരേ ഒരു ഓണർ. അലവില് ഫുള്ള് കട്ട ടയർ കാര്യങ്ങളൊക്കെ അല്ലേ ഈ വണ്ടി. 11 റുപ്യ മാർക്കറ്റ് ഉണ്ട്. 10,90 10,85 വണ്ടി കൊടുക്കാം. 10,85 കൊടുക്കാം. ലോൺ എത്ര കിട്ടും? 99 100% ലോൺ കയറുന്ന വണ്ടിയാണ്. നല്ലൊരു പ്രൂഫില്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 100% ലോൺ കൊടുക്കാം. 10 രൂപന്റെ മുകളിലാവുമ്പോ കുറച്ച് പ്രൊസീജിയർ കൂടുതലുണ്ട്. ഒക്കെ നോക്കിയിട്ട് മാക്സിമം നമ്മളത് ചെയ്തു കൊടുക്കും. ഇത് ഓപ്ഷൻ മിഡിലാണ്. തൈ സപ്പോർട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ അവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കയറി, ഫ്ലോർ മാറ്റ്, ടച്ച് സ്ക്രീന്, ഒരുപാട് മിറർ ഇൻഡിക്കേറ്റർ, അലവില് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് 10,90 നെഗോഷ്യബിൾ ആണ്. ഒന്ന് വണ്ടി കണ്ടാല് മാക്സിമം റേറ്റ് പൊട്ടിച്ചു. ആവശ്യക്കാർ വന്നോട്ടെ, വണ്ടി ചെക്ക് ചെയ്തോട്ടെ. നമ്പർ പ്ലേറ്റ് ഒന്നും മറിച്ചിട്ട് ഹിസ്റ്ററി ഒക്കെ എടുത്ത് വണ്ടി ഒരു റീപെയിന്റ് റീടച്ചും കയറാത്ത നീറ്റ് ക്വാളിറ്റി ഉള്ളതാണ്. കണ്ണ് ചുമ്പി പെട്ടി പീസ് എന്ന് പറയണ്ട, പെട്ടിന്റെ ഉള്ളിലത്തെ പീസ് ഇവിടെ ഒരു പ്രീമിയം വണ്ടി. അത് ജീപ്പ് കോമ്പസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഡീസൽ പെട്രോളോ? ഡീസൽ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഏറ്റവും ടോപ്പ്. സൺറൂഫ് വരുന്നില്ല. ഈ ജീപ്പ് കോമ്പസിൽ വരുന്നില്ല. ഈ വണ്ടിയില് സിംഗിൾ ഓണറാണ്. ഒരേ ഒരു ഓണർ. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ പുത്തൻ ടയർ, ഒരു പുത്തൻ ടയർ. വണ്ടിയിൽ മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പില് വണ്ടി വന്ന കണ്ടീഷനിലാണ്. അല്ലറ ചില്ലറ ടച്ചപ്പും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്യാണ്ട്. അതൊക്കെ ചെയ്തിട്ട് 10 റുപ്യ വരെ വണ്ടിമേ ലോൺ കയറും.
9,500 റുപ്യക്ക് ഫൈനൽ വണ്ടി കൊടുക്കും. 9,000 റുപ്യ കൊടുക്കാം. ഫുള്ള് ലോണില് വണ്ടി കൊടുക്കാം. അതും 2017 വണ്ടി. 17 സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ജീപ്പ് കോമ്പസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന വാഹനം. അതായത് ഓഡി BM ആ ഒരു സെഗ്മെന്റിലൊക്കെ എന്താ കമ്പാരിറ്റീവ് യാത്രാ കംഫർട്ട് എന്ന് പറഞ്ഞാല് ഒന്നും പറയാനില്ല. അടിപൊളി. അതായത് വണ്ടിന്ന് ഇറങ്ങി കൊടുത്ത ഓട്ടോമാറ്റിക് ആയിട്ട് ഹാൻഡ് ബ്രേക്ക് വരെ വണ്ടി. ഓക്കെ. അങ്ങനെ ഒരു സെറ്റപ്പ്. അത് ബെൻസ് VM വരുന്നതാണ്. ഇതിലാണ് നമ്മൾ കണ്ടത്. നമ്മൾ കാണുന്ന നമ്മൾ പറയണല്ലോ. അതായത് പെട്ടി പീസ് വണ്ടി എന്നൊന്നും പറഞ്ഞാൽ പോരാ. അത് സിംഗിൾ ഓണറിൽ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ എന്ന് തന്നെ പറയാം. 17 അപേക്ഷിച്ചിട്ട് 130 കമ്പനി സർവീസ് ആണ്. തിരിയും മറിയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ക ജെനുവിൻ പീസാണ് വണ്ടി. ആവശ്യക്കാരുണ്ടോ വന്ന കണ്ടീഷനിൽ 9,000 റുപ്യ കൊടുക്കാം. 10 റുപ്യ 10 റുപ്യ വരെ നമുക്ക് ക്യാഷ് ബാക്ക് ലോൺ അങ്ങോട്ട് നല്ലൊരു പ്രൂഫില്ല കസ്റ്റമർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാർ വന്നോട്ടെ.